ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. കക്ക ഇറച്ചി കൊണ്ടുള്ള നല്ലൊരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് 1/2 കിലോ കക്ക ഇറച്ചി, ഉപ്പ്, മഞ്ഞൾ, കുരുമുളകിട്ട് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. കറക്റ്റ് 1/2 കപ്പ് വെള്ളം തന്നെ മതിയാകും. പെട്ടെന്ന് തന്നെ കക്കയുടെയും കൂടെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. കക്ക ഇറച്ചി നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കണം. കടുക് ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കക്ക ഇറച്ചി ആയതുകൊണ്ടാണ് പെരിഞ്ജീരകം ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് വറ്റൽമുളകും, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ലേശം ഉപ്പും മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പൊക്കെ കുറച്ച് ചേർത്താൽ മതി. നമ്മൾ ഉപ്പിട്ടാണ് കക്ക ഇറച്ചി വേവിക്കാൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ സവോളയിലൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയാണ് ചെറുതായിട്ടൊന്ന് ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് വഴന്ന് വരുന്ന ടൈം കൊണ്ട് ഒരു മുറി തേങ്ങ ഒന്ന് ചിരണ്ടി എടുക്കണം. ഇനി ഇതിലേക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന ഒരു മുറി തേങ്ങ കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാകും. എരിവുള്ളത് തന്നെ ചേർത്ത് കൊടുക്കണം. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കരുത്. പച്ചമുളകാണ് തേങ്ങയുടെ കൂടെ ചേർക്കുന്നതെങ്കിൽ ഈ മുളക് പൊടി ചേർക്കണമെന്നില്ല. എപ്പോഴും കക്ക ഇറച്ചിക്ക് മുളക് പൊടി ചേർക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. അതുകൊണ്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. വേവിച്ച കക്ക ഇറച്ചി ചേർത്തതിന് ശേഷം ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഈ പീരയൊക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. 1-2 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഈ പീരയായിട്ട് പിടിച്ച് കിട്ടും. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കക്ക ഇറച്ചി തോരനാണ് ഇന്ന് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് വളരെ സിമ്പിളായതുകൊണ്ട് തന്നെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് നന്നായിട്ട് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി, സ്നേഹമുണ്ട്. അപ്പോൾ ഇനിയും തുടർന്നും നമുക്ക് ഇത്തരത്തിലുള്ള സപ്പോർട്ടുകൾ വേണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.